സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്ന് ഷൈൻ മൊഴി നൽകി. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും ഷൈൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ ഷൈൻ കൊടുത്ത മൊഴിയിലെ പല കാര്യങ്ങളും നമ്മളും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിലൊരു പ്രശ്നം, അത് തെളിയിക്കാൻ തക്ക വിധത്തിൽ ഒന്നും എക്സൈസിനോ പോലീസിനോ കിട്ടാറില്ല എന്നതാണ്. പക്ഷെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ പോലൊരു നടൻ തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അന്വേഷണം നടത്താനും സിനിമാ മേഖലയിലെ ഈ ലഹരി കണ്ണികൾ മുറിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുമോ? എന്തൊക്കെയാണ് ഷൈൻ നൽകുന്ന മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷൈന്റെ 2 ബാങ്ക് അക്കൗണ്ടുകളും ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇതിൽ കൂടിയാണ് ലഹരി ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ഗൂഗിൾ പേ പൂർണ്ണമായും ശേഖരിച്ചു. അതിൽ നിന്നാണ് സജീറിന് 20,000 രൂപ അന്ന് ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ദിവസം മാത്രമായി നൽകിയത്. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ഈ ലഹരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി നൽകുന്നവർക്ക് എത്ര രൂപയാണ് പണം നൽകുന്നത്, മറ്റാർക്കൊക്കെയാണ് പണം നൽകുന്നത് എന്നീ കാര്യങ്ങളാണ് പോലീസിന് അറിയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം. മറ്റൊന്ന്, ഷൈന്റെ പ്രധാനപ്പെട്ട ഒരു മൊഴി, തനിക്ക് ലഹരി നൽകുന്നത് സിനിമ അസിസ്റ്റൻസ് ആണെന്ന് ഷൈൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അവർക്ക് പണം നൽകും. താൻ ലഹരി ഉപയോഗിക്കുന്നത് തന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, ആരെയും ലഹരി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല എന്നുകൂടി ഷൈൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഷൈൻ ഇന്നലെ നൽകിയ മൊഴി അത് വിശദമായി പഠിക്കും. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുവാനാണ് തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഫലം, ഈ രാസപരിശോധനാ ഫലത്തിനായി ഇന്നലെ സ്രവം അടക്കം നൽകിയിരുന്നു. അതിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം, ആ ഫലം ലഭിച്ചതിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. പക്ഷെ അത് കുറച്ച് കാലതാമസം എടുക്കണം. 1 മാസമെങ്കിലും വേണ്ടിവരും ആ പരിശോധനാ ഫലം ലഭിക്കാൻ. തിങ്കളാഴ്ച ആയിരിക്കും, നാളെ ആയിരിക്കും ഇത് കോടതിയിൽ സമർപ്പിക്കുക. കോടതിയിൽ നിന്നായിരിക്കും തിരുവനന്തപുരത്തെ പരിശോധനാ ലാബിലേക്ക് ഇത് അയക്കുക. അതിനുശേഷം മാത്രം 1 മാസമെങ്കിലും മിനിമം എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഷൈൻ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ പരിശോധനാ ഫലം ലഭിച്ചേ മതിയാകൂ. അത് ഷൈനെതിരെ വലിയ ഒരു തെളിവും കൂടിയായിട്ടാണ് പോലീസ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ രൂക്ഷമായി ഷൈൻ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തന്റെ സ്വകാര്യതയിലേക്ക് പലപ്പോഴും മാധ്യമങ്ങൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു, തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്ന മാധ്യമങ്ങളെയും വിമർശിച്ചുകൊണ്ടുള്ള മൊഴി ഇന്നലെ പോലീസിന് നൽകിയിരുന്നു. അപ്പോൾ പോലീസ് മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ ഷൈനിന് ലഹരി മുക്ത കേന്ദ്രത്തിലൊക്കെ പോയിരുന്നു, പക്ഷെ അവിടെ നിന്നും തിരിച്ചു വന്നിട്ട് വീണ്ടും ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോലഞ്ചേരിയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകണമെന്നൊരു നിർദ്ദേശം പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല ഷൈൻ. പിതാവുമായി ആലോചിച്ച ശേഷം മറുപടി നൽകാമെന്നാണ് പോലീസിനോട് ഷൈൻ പറഞ്ഞത്. എന്തായാലും ഷൈന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രധാനമായും ഇനി സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിലേക്കാണ് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതിന്റെ പഴി കേൾക്കുന്നത് താനും മറ്റൊരു നടനുമാണെന്നാണ് ഷൈൻ പറയുന്നത്. ശ്രീനാഥ് ഭാസിയെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. കാരണം നമുക്കറിയാം, പലപ്പോഴും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ കേസിലടക്കം ഉയർന്നു വന്ന പേര് ശ്രീനാഥ് ഭാസിയുടേതാണ്. അങ്ങനെ പല നടന്മാര്, പ്രമുഖരായിട്ടുള്ള നടന്മാർ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പഴി കേൾക്കുന്നത് താനും മറ്റൊരു നടനും മാത്രമാണെന്ന മൊഴി കൂടി പോലീസിന് ഷൈൻ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ ഒരു പരിശോധന ശക്തമാക്കിയതിന് പിന്നാലെ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് കൂടി ഷൈൻ പറയുന്ന സാഹചര്യം. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ പരിശോധന അല്ലെങ്കിൽ സർക്കാർ അടക്കം സിനിമാ മേഖലയിലുള്ളവരെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടിയാൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമ്മുടെ ലഹരി ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ലഹരിയുടെ കണ്ണികളെ മുറിക്കാൻ കഴിയുമെന്നത് ഷൈന്റെ ഈ മൊഴിയിലൂടെയും വ്യക്തമായിട്ടുണ്ട്. കാരണം ലഹരി കിട്ടാൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പരിശോധനകൾ ശക്തമാക്കിയത് കൊണ്ട് ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് കൂടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പോലീസും എക്സൈസ് സംഘമൊക്കെ സിനിമാ മേഖലയിലുള്ളവരുമായി സംസാരിച്ച് സഹകരിച്ച് ഇനിയും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്കും അങ്ങനെയുള്ള ഒരു കടമ്പയിലേക്കും പോലീസും കടക്കും.
നിൽക്കുന്നുണ്ട്. എന്തായാലും ഷൈൻ്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എന്തായാലും എക്സൈസും പോലീസും ഒക്കെ അന്വേഷണവും ജാഗ്രതയുമൊക്കെ കടുപ്പിച്ചതോടെ സിനിമാ സെറ്റുകളിൽ ഇപ്പോൾ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴിയിൽ പറയുന്നത്. എങ്ങനെയാണ് ലഹരി കിട്ടുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയൊക്കെയാണ് എന്ന വിവരങ്ങളൊക്കെ ഷൈൻ പോലീസിനോട് പറഞ്ഞു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷൈൻ്റെ മൊഴിയുടെ വിശദാംശങ്ങളാണ് നവമി നൽകിയത്.